ഏറ്റവും പുതിയ വാർത്തയിലേക്കാണ്. DGP ഷേഖ് ദർവേഷ് സാഹിബ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ഇന്റലിജൻസ് മേധാവി മനോജ് എബ്രഹാമും DGPക്കൊപ്പം ഉണ്ടായിരുന്നു. റിനു ശ്രീധർ വിവരങ്ങളുമായി. റിനു, DGP മുഖ്യമന്ത്രി കൂടിക്കാഴ്ച എന്തിനെന്ന സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ADGPയുടെ സ്ഥാനം ഉടൻ തെറിക്കുമെന്ന വിവരങ്ങൾ വന്നിട്ട് മണിക്കൂറുകളാകുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചയെന്ന് നമുക്ക് ഉറപ്പിക്കാമോ? തീർച്ചയായും ശ്രുതി, ADGPക്കെതിരായിട്ടുള്ള വിവിധ ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. ഇന്നിപ്പോൾ ഏകദേശം അല്പസമയത്തിനകം DGPയും അതുപോലെ തന്നെ ഇന്റലിജൻസ് മേധാവിയായിട്ടുള്ള ADGP മനോജ് എബ്രഹാമും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. സെക്രട്ടേറിയറ്റ് ഓഫീസിൽ എത്തിയാണ് ഏകദേശം അരമണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ കൂടിക്കാഴ്ച അവസാനിച്ചു എന്നുള്ളൊരു വിവരവും ലഭിക്കുന്നുണ്ട്. പ്രധാനമായും ഈ സംസ്ഥാനത്ത് ഇപ്പോൾ ഉയരുന്ന ആരോപണം ADGPക്കെതിരെ, ആ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച തന്നെയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ADGPക്കെതിരെ കൃത്യമായി തന്നെ ഒരു നടപടി ഉണ്ടാകുമെന്ന ഒരു വാർത്ത നമ്മൾ നൽകിയിരുന്നു. ആ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്കിപ്പോഴും ലഭിക്കുന്ന വിവരം. ഇന്നോ നാളെയോ അതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് പുറത്തിറങ്ങുമെന്നുള്ള ഒരു പ്രതീക്ഷയുമുണ്ട്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പങ്കുവയ്ക്കുവാനുള്ളത്. DGPയും അതുപോലെ തന്നെ ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാമും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത്. സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തിയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുമായി ഇവർ കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസവും അതുപോലെ ഇന്നുമായിട്ടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ADGPക്കെതിരെ, ഒപ്പം മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്നു. ഇന്നലെ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് വലിയ രീതിയിൽ സംഘർഷമായി. ഇന്നിപ്പോൾ യുവമോർച്ചയും അതുപോലെ തന്നെ SDPയും RYF അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെയും ഒപ്പം BJPയുടെ അടക്കം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നിസ്സംഗത പാലിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇത്തരമൊരു ആരോപണം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം മുഖ്യമന്ത്രിയുടെ കീഴിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെയാണ്. ഈ പ്രാഥമിക ഒരു റിപ്പോർട്ട് DGP സമർപ്പിച്ചു. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ADGPക്കെതിരെ DGPയുടെ നേതൃത്വത്തിൽ 5 അംഗ സംഘം അന്വേഷണം പ്രഖ്യാപിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ഇത്തരമൊരു ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്നു. BJP നേതാക്കളെ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള ആരോപണം ഉയർന്നു വരുന്നു. ഇങ്ങനെ ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുമ്പോഴും ഈ ADGPക്കെതിരെ അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന്, ചുമതലയിൽ നിന്ന് മാറ്റുവാൻ പോലും തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ PV അൻവർ അല്പം മുമ്പ് വീണ്ടും മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്നത് ADGP ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ മാത്രം പോരാ, ഇന്റലിജൻസിന്റെ ഒരു പരിശോധന, ഒരു ADGPക്കെതിരെ ഒരു നിരീക്ഷണം കൂടി വേണ്ടതുണ്ട് എന്നതാണ് ഇപ്പോൾ PV അൻവർ പറഞ്ഞിരിക്കുന്നത്. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ SIT പ്രത്യേകാന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ പ്രത്യേകാന്വേഷണ സംഘം അജിത് കുമാറിന്റെ മൊഴിയെടുക്കുമെന്നുള്ള വിവരങ്ങളുണ്ടായിരുന്നു. ഇതുവരെ നടന്നില്ലല്ലോ. ആ മൊഴിയെടുക്കൽ എപ്പോഴായിരിക്കുമെന്നതിന്റെ സൂചനകളുണ്ടോ റിനു? നിലവിൽ അദ്ദേഹത്തിന്റെ മൊഴി എടുക്കുവാൻ വേണ്ടി DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. മൊഴിയെടുക്കുവാനുള്ള ഒരു പ്രത്യേക സമയമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമയം ആവശ്യപ്പെടുകയോ ഒന്നും തന്നെ നിലവിൽ ചെയ്തിട്ടില്ല എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നതും അതാണ്. പക്ഷേ വരും ദിവസങ്ങളിൽ ഇദ്ദേഹത്തിനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായം തേടും അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളതാണ്. ഒപ്പം മുഖ്യമന്ത്രിക്ക് ADGP MR അജിത് കുമാറും പരാതി നൽകിയിട്ടുണ്ട്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ പരാതിയിന്മേലുള്ള ഒരു മൊഴിയെടുപ്പ് ഉണ്ടാകും, തീർച്ചയായും ഉണ്ടാകും. തനിക്കെതിരായ ആരോപണങ്ങൾ തെറ്റാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞാൽ തനിക്ക് വേണ്ടി നിയമ നടപടി സർക്കാർ സ്വീകരിക്കണം. ആരോപണം ഉന്നയിച്ചവർക്കെതിരെ സർക്കാർ നിയമ നടപടിക്ക് പോകണം എന്നുകൂടി ADGP ആവശ്യപ്പെട്ടിരിക്കുന്നു. അതാണ് ആ കത്തിന്റെ പൂർണ്ണരൂപം. റിനു, തീർച്ചയായും ഞാൻ അതിലേക്കാണ് വന്നത് സ്മൃതി. അതായത് അദ്ദേഹം ആദ്യമായി ഒരു പരാതി നൽകുന്നു, തനിക്കെതിരെയുള്ള ആരോപണം കൃത്യമായി അന്വേഷിക്കണം എന്ന്. ആ കത്തിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, ഈ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ തനിക്കെതിരെയുള്ള ഈ ആരോപണങ്ങൾ തെറ്റുണ്ട് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കണ്ടെത്തുകയാണെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ കൃത്യമായി നടപടി എടുക്കണം സംസ്ഥാന സർക്കാർ. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുള്ള അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായുള്ളൊരു MLA ആണ് ഇത്തരമൊരു ആരോപണവുമായി രംഗത്തെത്തിയത്. അതുകൊണ്ട് തന്നെ ആരോപണത്തിന്മേൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും
ചെയ്തു. തുടർന്ന് BJP നേതാക്കളെ കണ്ടു എന്നുള്ള ഒരു ആരോപണം ഉയർന്നു വന്നു. അത് അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്തു. അതിന്മേലും ഈ SIT ടീം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ അന്വേഷണങ്ങളിൽ ഈ BJP RSS നേതാക്കളെ കണ്ടു എന്നുള്ളത് അദ്ദേഹം സമ്മതിക്കുമ്പോഴും മറ്റ് സ്വർണ്ണക്കടത്ത് അടക്കമുള്ള അവരുമായി ബന്ധമുണ്ട് എന്നുള്ള PV അൻവർ MLA-യുടെ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഈ ആരോപണത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണം. അത് തെറ്റാണെന്ന് കണ്ടെത്തിയാൽ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നടപടിയെടുത്ത് നിയമപരമായി തന്നെ നടപടിയെടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആവശ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത്തരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും പരാതികളും ഒക്കെ തന്നെ നിലനിൽക്കുമ്പോഴും മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മൗനം പാലിക്കുന്നു എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, രാവിലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ്. ശബരിമലയിൽ തന്നെ കൃത്യമായി ഇദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അനാവശ്യ ഇടപെടലാണ്. ഇതിൽ ദേവസ്വം ബോർഡിന് ഉൾപ്പെടെ അതൃപ്തി ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള അനാവശ്യ സ്വാതന്ത്ര്യം ശബരിമലയിൽ ADGP എടുത്തു എന്നുള്ളത് നേരത്തെ തന്നെ ഒരു സൂപ്പർ DGP ഇദ്ദേഹം ചമയുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ശരി, രാംമാധവുമായുള്ള ADGP MR അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചയിൽ ആരാണ് കൂടെയുണ്ടായിരുന്നത് എന്നറിഞ്ഞാൽ കേരളം ഞെട്ടും എന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ RSS നേതാക്കളുമായുള്ള ADGPയുടെ കൂടിക്കാഴ്ച അത് ഒന്നുകൂടി ശക്തമായി ഉയരുകയാണ്. പ്രതിപക്ഷത്തിൽ നിന്നും ഭരണപക്ഷത്തിൽ നിന്ന് തന്നെ, മുന്നണിയിൽ നിന്ന് തന്നെ. ഇന്നിപ്പോൾ CPI ജനറൽ സെക്രട്ടറിയും ഈ വിഷയത്തിൽ ഒരു റിപ്പോർട്ട് തേടിയിരിക്കുന്നു സംസ്ഥാന ഘടകത്തോട്. എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം? അത് കേരളത്തിന് അറിയേണ്ടതുണ്ട്. കേരളത്തിന് അതിൽ ഉത്കണ്ഠയുണ്ട് എന്ന കഴിഞ്ഞ ദിവസം CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രതികരിച്ചതാണ്. ഇതിൽ മുഖ്യമന്ത്രിയുടെ മൗനമാണ് വലിയ ചോദ്യമായി ഉയരുന്നത്. പാർട്ടി സെക്രട്ടറിയും ഇക്കാര്യത്തിൽ അതൃപ്തി ഞങ്ങൾക്കുമുണ്ട് എന്ന് തുറന്നു പറഞ്ഞ കഴിഞ്ഞ സാഹചര്യം. ആഭ്യന്തര വകുപ്പ് നടപടിയെടുക്കേണ്ടതിലേക്ക് വലിയ സമ്മർദ്ദമുയരുന്നു. പുറത്ത് തെരുവിൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധം. യുവജന സംഘടനകൾ തെരുവിലാണ്. സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് ഇന്നും പ്രതിഷേധമുണ്ടായിരുന്നു. 3 പ്രതിഷേധങ്ങൾ. ഒടുവിൽ യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ ലാത്തിചാർജ് അടക്കം നടക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. കഴിഞ്ഞ കുറച്ച് ദിവസമായി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. റിനു, ഒരു നടപടിയിലേക്ക് ഇനി വൈകാൻ പറ്റില്ല എന്നൊരു സാഹചര്യം സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് മേലില്ലേ? തീർച്ചയായിട്ടും പ്രതിപക്ഷം മാത്രമല്ല, ഭരണപക്ഷത്തിൽ LDF-നകത്തും അതുപോലെ തന്നെ CPM-നകത്ത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം ADGP-യുടെ നടപടിയെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായി. എന്നിട്ട് പോലും എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ഒരു നടപടിയിലേക്ക് പോകുന്നില്ല എന്നതാണ് ഏറ്റവും സംശയപരമായിട്ടുള്ളൊരു കാര്യം. കാരണം സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനം അതിനെ നിയന്ത്രിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വമുള്ള ഒരു ഓഫീസറാണ്. ആ ഓഫീസർ ഇത്തരത്തിലൊരു ഇടപെടലുകൾ നടത്തിയെന്നൊരു ആരോപണം വരുമ്പോൾ കൃത്യമായി തന്നെ ആഭ്യന്തര വകുപ്പ് അത് പരിശോധിക്കേണ്ടതാണ്. അത് പരിശോധിക്കാതെ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാതെ മുഖ്യമന്ത്രി മൗനം പാലിച്ചു മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തുകൊണ്ട് ADGP-ക്കെതിരെ ഒരു നടപടി എടുക്കുന്നില്ല എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ തന്നെ കാതോർത്തിരിക്കുകയാണ്. പക്ഷേ ഒരു പ്രതികരണം നടത്തുവാൻ വേണ്ടി മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ആഭ്യന്തര വകുപ്പോ DGP ഒന്നും തന്നെ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ വരും സമയങ്ങളിൽ കൃത്യമായി ചില ഇടപെടലുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ഈ ഒരു ആരോപണം കൃത്യമാണ് എന്നുള്ളൊരു വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതായത് ഇദ്ദേഹത്തിന് ഒപ്പം ഈ രാംമാധവിനെ കണ്ടവരിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധിപ്പിക്കുന്ന ചിലർ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് അടക്കം ഇതുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നുള്ള ഒരു ആരോപണങ്ങളും പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നുണ്ട്. എന്നിരുന്നാലും കൃത്യമായും ഇത്തരം ഒരു ആരോപണം നിലനിൽക്കെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതല നിയന്ത്രിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന് എതിരെ ഒരു നടപടിയെടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. എന്തായാലും നിലവിൽ 14-ാം തീയതി മുതൽ ADGP MR അജിത് കുമാർ അവധിയിലേക്ക് പ്രവേശിക്കുകയാണ്. 4 മാസത്തെ അവധി, ഓണം പ്രമാണിച്ചുള്ള അവധിയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ ഓണത്തിന് ശേഷം അവധിയിൽ തിരികെ പ്രവേശിക്കാതെ അവധി നീട്ടിക്കൊണ്ടു പോകണം എന്നുള്ള ഒരു നിർദ്ദേശം, ഒപ്പം ഇദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്നുള്ള ഒരു നിർദ്ദേശവും DGP കൃത്യമായി തന്നെ മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്, ഒരു അന്വേഷണ റിപ്പോർട്ടില്ലാതെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് നിയമപരമായി നടക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ DGP ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നു. ഈ BJP നേതാവിനെ കണ്ടു എന്ന് മുഖ്യമന്ത്രിക്ക് കൃത്യമായി വിശദീകരണം നൽകി ADGP. കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. DGP മുഖ്യമന്ത്രി കൂടിക്കാഴ്ച, ഒപ്പം ഇന്റലിജൻസ് മേധാവി മനോജ് എബ്രഹാമും കൂടിയുണ്ട്. ഈ കൂടിക്കാഴ്ച എത്ര നേരം നീണ്ടു? കൂടിക്കാഴ്ചയിൽ എന്ത് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു? ആ വിവരങ്ങൾ കൂടി റിന്യൂസ് ശേഖരിക്കുക. ഞാൻ